ഇങ്ങനെ ഗർഭചിത്രം ചെയ്തു പോയി എന്ന് പറഞ്ഞ് അനന്തിപ്പിച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അച്ഛൻ കുമ്പസാരക്കൂടും വരും, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലാൻ അല്ലെങ്കിൽ ഒരു ബൈബിൾ 1 മണിക്കൂർ വായിക്കാൻ. അപ്പോൾ അത് മാത്രം കൊണ്ട് സഫിഷ്യൻ്റ് അല്ല എന്നാണ് ചേട്ടൻ പറയണത്. 100%. ഇപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് ഒരു ഇതും കൂടെ പറയാം. പാലക്കാട് ഷൊർണൂരുള്ള ഒരു വിജയൻ എന്ന് പറഞ്ഞൊരു സഹോദരനാണ്, ഹിന്ദുവാണ്. ഇപ്പോൾ അദ്ദേഹം മാമോസ് സ്വീകരിച്ചോ എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, കാരണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരുപാട് പേര്, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാവരും വരികയാണ് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം നന്നായി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ, അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വിജയൻ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ എങ്ങനെയാണ്, ഇദ്ദേഹം ഒരു പപ്പടം ബിസിനസ്സുകാരനാണ്. വളരെ പൂറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വരുന്നൊരു സഹോദരി പറഞ്ഞു, ബ്രദറെ എന്നമാതിരി വേറൊരു ഫാമിലി ഇപ്പോൾ ഒരു 3ാമത്തെ കുഞ്ഞൊറ്റ ആയിട്ടുണ്ട്, അവർ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോവുകയാണ്, കാരണം അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ ബ്രദർ അവരെ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് എല്ലാം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ബ്രദർ അതൊന്ന് അവരതൊന്നും മാറിപ്പോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ബ്രദർക്ക് ഒരു കോൾ വന്നു, ബ്രദറെ ഞങ്ങൾ ഇന്ന ഹോസ്പിറ്റലുണ്ട്. അന്ന് ബ്രദർ പറഞ്ഞു ഈ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഡിസ്ചാർജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ബ്രദർ പാവം എന്തൊക്കെയോ രീതിയിൽ പൈസ വാങ്ങിക്കൊണ്ടുപോയി അന്ന് ഹോസ്പിറ്റലിൽ അടച്ച് അവരെ റിലീസ് ചെയ്ത് കൊണ്ടുവന്നു, അവരെ ഇതാക്കി കൊണ്ടുവന്നു. അതിന് ശേഷം വിജയൻ ബ്രദർ അടുത്ത് പോയി മക്കളില്ലാത്തവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും മക്കളുണ്ടാവാനുള്ള ഭാഗ്യം, കൃപ ദൈവം കൊടുത്തു. വിജയൻ ബ്രദർക്കല്ല കൊടുത്തത്, വിജയൻ ബ്രദറിലൂടെ ദൈവം കൊടുത്തു. അതാണ് എല്ലാവരുടെയും പോയിന്റ്. നമ്മൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പോൾ അതിനുശേഷം വിജയൻ ബ്രദറിലൂടെ ഒരുപാട് പേര് മക്കളില്ലാത്ത ദമ്പതികളെല്ലാം വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്. അപ്പോൾ ഇതാണ് പോയിന്റ്. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി, ജീവന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടപ്പോൾ അദ്ദേഹത്തെ അടുത്ത ലെവലിലേക്ക് ദൈവം ഉയർത്തി എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ നമ്മുടെ പരിഹാര പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയും പ്രോ ലൈഫ്, ഒരു കുഞ്ഞിനെ, മരിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ വധിക്കപ്പെടാൻ പോകുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ തടഞ്ഞു നിർത്തുന്നത് ഇതിന് ഏറ്റവും വലിയൊരു പരിഹാരമാണ്. എൻ്റെ ഈ അടുത്ത ഒരു നേഴ്സ് ദമ്പതികൾ അവർ പറഞ്ഞാണ്, അവർ 2-3 കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്ത കുഞ്ഞുങ്ങൾ അതാണ്. അപ്പോൾ എനിക്ക് അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ഇതെല്ലാം കൊടുത്ത് കുഞ്ഞുങ്ങൾ രക്ഷയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ്, അപ്പം ഞാൻ അവരുടെ അടുത്തൊരു കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാണ്, നിങ്ങൾക്കറിയോ അതിനുശേഷം ഞാൻ നേഴ്സായി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആരൊക്കെ അബോർഷന് വേണ്ടി വന്നാലും അതിന് അഡ്വൈസിന് വന്നാലും ഒരാൾ പോലും അബോർട്ട് ചെയ്യാതെയാണ് തിരിച്ചു പോയത്. അതവർ ചെയ്ത ഏറ്റവും വലിയ പരിഹാരമാണ്. അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തിയതിൻ്റെ പരിഹാരം ഏറ്റവും വലിയ പരിഹാരം. 100 കണക്കിന് ആൾക്കാരാണ് അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതെ പോയത്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ പരിഹാരങ്ങൾ. നമ്മൾ ആദ്യം പറഞ്ഞു പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളത്. രണ്ടാമത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്നുള്ളതാണ്. സ്പിരിച്വൽ അല്ലാതെ തന്നെ നേരിട്ട് തന്നെ ദത്തെടുക്കുക. പക്ഷേ 90% ആൾക്കാർക്ക് ഇന്ന് പ്രാക്ടിക്കൽ അല്ല. ഇനി അവർ തയ്യാറായാലും ഇപ്പോഴത്തെ റൂളും ഇതെല്ലാം വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലെങ്കിൽ ഈ ആൾക്കാരൊക്കെ ഏകദേശം 50-60 വയസ്സായിട്ടുണ്ടാവും, അവർക്ക് ഈ പ്രായത്തിൽ. ഇനി അതല്ലെങ്കിൽ മൂന്നാമത്തെ എന്താ വെച്ചാൽ നമ്മൾ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. സ്പോൺസർ ചെയ്യാന്ന് പറയുന്നത് അവരുടെ പഠനം, അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറുപ്പം തൊട്ട് വലുതാവും, അവർ ഏതൊക്കെ കാര്യമുണ്ടോ, അപ്പോൾ അവർക്ക് ഒരു വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യം ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ കേസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അവരുടെ സ്വന്തം കുഞ്ഞിന് ആവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക. അവരുടെ കുഞ്ഞിന് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളാണ് അത് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പിരിച്വലി കുഞ്ഞുങ്ങളെ ദത്തെടുക്കുക എന്നുള്ളതാണ് ആത്മീയമായിട്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ആത്മീയമായിട്ട് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുക എന്നുള്ളത്. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ആളെ അവരെ നമുക്ക് സഹായിക്കുക പ്രോ ലൈഫിന് വേണ്ടി. നമ്മൾ പറഞ്ഞാൽ ലൈഫ് മൊത്തം പ്രോ ലൈഫാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ഇപ്പം ഇങ്ങനെ ചെയ്ത ആൾക്കാർ സ്റ്റിൽ അവർ യൂത്ത് ആണെങ്കിൽ അവർക്ക് ഇനി കുഞ്ഞുങ്ങൾക്ക് അത് ഏറ്റവും ഇപ്പോൾ എൻ്റെ ഈ അടുത്ത് ഇടുക്കി എന്നുള്ള ഒരു ചേട്ടൻ, അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, പ്രജിത്തെ ഞാൻ
ശരിക്കും ഈ സർജറിയും കൂടെ ചെയ്തായിരുന്നു കേട്ടോ, അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട്. എനിക്ക് സത്യം മനസ്സിലായപ്പോൾ കുഞ്ഞുങ്ങളെ അവർ 3 കുഞ്ഞുങ്ങളെ ദൈവത്തൊന്ന് സ്വീകരിച്ചവർ. അപ്പോൾ അത് കഴിഞ്ഞ് അവർ നിർത്തിപ്പോയി അന്നത്തെ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അദ്ദേഹമൊക്കെ വളരെ പയസ്സായി ജീവിക്കുന്ന, ഇപ്പോഴും പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അന്ന് ആ ബോധ്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്തു. അപ്പോൾ എന്നിട്ടും അദ്ദേഹം സർജറി നടത്തി അടുത്ത കുഞ്ഞുണ്ടാവാൻ വേണ്ടി. അതാണ് പരിഹാരം, ആത്മാർത്ഥമായ പരിഹാരം. എന്നിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ദൈവം അതല്ല. അപ്പൊ ദൈവം ഈ ചൂരൽവടിയായി നിൽക്കുന്ന ആളല്ല, നമ്മൾ പേടിപ്പിക്കുന്ന കണക്ക് മാഷെ പോലെ നിൽക്കുന്ന ആളല്ല. ദൈവത്തിന് നമ്മൾ കറക്റ്റായിട്ടുള്ള വഴിയിൽ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് മാത്രം പ്രയത്നമാണ് ദൈവം നോക്കുന്നത്, നമ്മളെ ശ്രമം.